നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ദയവായിട്ട് രണ്ടും ഒന്ന് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമൻറ്റും കൂടി ചെയ്യണേ. അപ്പോൾ അധികം ഒന്നും പറയണ്ടേ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇന്നലത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗമായിരിക്കും. അതായത് നമ്മളെ ചെക്കനാണെങ്കിൽ പെണ്ണിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് പോകുന്നത്. അവൾക്കാണെങ്കിൽ അത് ഭയങ്കര ഹേർട്ട്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. കാരണം കുറച്ചാണെങ്കിൽ കൂടി നമ്മളെ പെണ്ണ് അവനോട് ഒരു ഇഷ്ടം കാണിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അതിൻ്റെ സങ്കടത്തിൽ അവൾ നടന്നുകൊണ്ട് വരുന്ന ടൈമായിരിക്കും ഷെന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ടാവുക, എടി നമ്മളാണെങ്കിൽ ഇപ്പം വലിയൊരു ട്രിബിളിലുള്ളത്, നമ്മൾ ഫസ്റ്റ് എടുത്ത ആ ഒരു മിഷനില്ലേ അതിൻ്റെ കാര്യം ആരൊരാൾ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയും. അതേ ടൈം കണ്ണട പറയുന്നുണ്ട് എനിക്ക് ആരാന്ന് അറിയാമെന്ന്. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും എനിക്കും അറിയാം ആ ഒരു കാര്യം ചെയ്തത് ക്യുന്നാന്ന് എന്ന് പറയും. ഷെന്നിനും അറിയായിരിക്കെ. ഷെന്നാണെങ്കിൽ പറയും അവൻ നിന്റെ അടുത്ത് നല്ല രീതിയിലല്ലേ പെരുമാറിയത്, പിന്നെ എന്നാ പ്രശ്നം എന്ന് ചോദിക്കും. അവളാണെങ്കിൽ പറയും അവൻ ചെയ്തത് മൊത്തം ഫേക്ക് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തിൽ കോള് കട്ടാക്കുന്നുണ്ട്. അവർക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മളെ ക്യുന്നെ മേലെ നിന്നിട്ട് കേൾക്കുന്നുണ്ടാവും. ഇതേ ടൈം ക്യുന്നിനാണെങ്കിൽ അവൻ്റെ അസിസ്റ്റന്റിൽ, അതായത് നമ്മളെ ജിയാങ് വിളിക്കുന്നുണ്ടാവും. ജിയാങ് ആണെങ്കിൽ പറയും എടാ ഇങ്ങനെ സോങ്ങിനെ എക്സ്പോസ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ആ ഒരു കാര്യം ഞാൻ ഇങ്ങനെ എക്സ്പോസ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും നീ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഒരു ഇൻഫർമേഷൻ മൊത്തം എനിക്ക് താന്നായിരിക്കും പറയുന്നുണ്ടാവുക. എന്ത് വന്നാലും ക്യുന്നിന് ഒരു ഇഷ്ടം നമ്മളെ പെണ്ണിനോട് ഉണ്ട്, അതുകൊണ്ടായിരിക്കില്ല അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അമ്മ മാമനെയും അച്ഛനെയും കാണുന്നുണ്ടാവുക. മാമനാണെങ്കിൽ എന്തെല്ലോ കുറ്റം പറഞ്ഞിട്ട് അച്ഛൻ്റെ മനസ്സിലേക്ക് ഒരുപാട് വിഷം കുത്തി നിറയ്ക്കാൻ നോക്കുന്നുണ്ടാവും. പക്ഷേ അച്ഛനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പോസിറ്റീവായിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക. എന്നിട്ട് അച്ഛനാണെങ്കിൽ അവിടെയുള്ള ഡ്രൈവർ അങ്കിളിനോട് ഏതോ ഒരു ലിയാങ് എന്ന് പറഞ്ഞ ഒരാളെ ഇന്ന് വിളിക്കണം, അത് മാത്രമല്ല ക്യുന്നിനെയും കൂടി നമുക്ക് ആ ഒരു ലഞ്ചിന് വേണ്ടിയിട്ട് വിളിക്കണം എന്നൊക്കെ പറയുന്നുണ്ടാവും. ഈ ഒരു ലിയാങ് ആരാന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലേ, പിന്നെ ആയിരിക്കും മനസ്സിലാവുന്നുണ്ടാവുക ഈ ഒരു ലിയാങ് എന്ന് പറയുന്നത് ഈ ഒരു അച്ഛൻ്റെ പാർട്ണർ ആയിരിക്കും. പാർട്ണർ മാത്രമല്ല അയാളെ മോളാണെങ്കിൽ നമ്മുടെ ജി, അതായത് മരിച്ചു പോയ ജീൻ്റെ കളിക്കൂട്ടുകാരിയും കൂടിയായിരിക്കും. കാര്യത്തിനെ കൊണ്ടൊക്കെ അച്ഛൻ നമ്മളെ ക്യുന്നിനോട് സംസാരിക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുക. അങ്ങനെ അവിടത്തേക്കാണെങ്കിൽ ഈ ഒരു ലിയാങ്ങും ആ ഒരു കളിക്കൂട്ടുകാരിയും വരുന്നുണ്ട്. അവർക്ക് അവളെ പേര് ജിങ്ങി എന്നാണ്. ജിങ് JINGY അങ്ങനെയല്ല വായിക്കോ, അങ്ങനെ എന്തോ അങ്ങനത്തെ ഒരു പേര്, നമുക്ക് അവളെ ജിങ്ങി എന്ന് വിളിക്കാം. എൻ്റെ വിചാരം ഇതിങ്ങനെ ജി ആണെന്നല്ലേ, അതുകൊണ്ട് അവൾ ആ ഒരു രീതിയിലായിരിക്കും ഇവനോട് സംസാരിക്കുന്നുണ്ടാവുക. ഇവനാണെങ്കിൽ ഹഗ് ചെയ്യാൻ നോക്കുന്ന ടൈം ഇവ സമ്മതിക്കുന്നുണ്ടാവില്ല. അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കുന്നിടക്കും ജിങ്ങി ആണെങ്കിൽ ചെറുപ്പത്തിൽ നടന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടാവും. പക്ഷേ നമ്മളെ ക്യുന്നിന് ഇതൊന്നും ഓർമ്മയില്ലല്ലോ, കാരണം അവനല്ലല്ലോ ജി. അതിൻ്റെ ഇടയ്ക്ക് അവളാണെങ്കിൽ പറയും ഞാനും ഈ ഒരു ജി ആണെങ്കിൽ ചെറുപ്പത്തിൽ ഒരുപാട് പിയാനോ വായിച്ചിട്ടുണ്ട്, നമ്മളെ പിയാനോ വായിക്കുന്നത് കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്ന ടൈം ആ ഒരു ലിയാങ് ആണെങ്കിൽ ഇവളോട് പിയാനോ വായിക്കാൻ പറയേ. അങ്ങനെ അവളാണെങ്കിൽ പിയാനോ വായിക്കാൻ ഇരിക്കുന്ന ടൈം ആണെങ്കിൽ പിയാനോന്റെ ഒരു നോട്ട് എടുത്തിട്ട് തരാൻ പറയുന്നുണ്ട് അവർക്ക്. അവരാണെങ്കിൽ അതിലൊരു നോട്ട് നോക്കുന്ന ടൈം പണ്ട് നമ്മൾ ശരിക്കുള്ള ജി ആണെങ്കിൽ ചുമരിലൊരു നോട്ട് വരച്ചിട്ടുണ്ടാവും. ആ ഒരു നോട്ടിന്റെ കാര്യം ഇവന് ഓർമ്മ വന്നിട്ട് ആ സെയിം നോട്ട് എടുത്തിട്ട് ഇവക്ക് കൊടുത്തിട്ടാണെങ്കിൽ പറയും എനിക്കാണെങ്കിൽ ഈ ഒരു നോട്ട് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ അമ്മക്കും ഈ ഒരു കാര്യം ഇഷ്ടമെന്ന് പറയേ. ഇതൊക്കെ കേൾക്കുന്ന ടൈം അച്ഛനാണെങ്കിൽ ശരിക്കും വിചാരിക്കും ഇത് ഈ ഒരു ജി തന്നെയാണെന്ന്. ഈ പെണ്ണും ആ ഒരു കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഇവനോട് സംസാരിക്കുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, ഉറപ്പായിട്ട് ഈ ഒരു അച്ഛൻ ഇവനെ ചെയ്യുന്നുള്ള കാര്യം ഉറപ്പിക്കുന്നുണ്ടാവും. ഇവര് രണ്ടാളും ഒപ്പരം നിൽക്കുന്ന ടൈം എല്ലാ അച്ഛന്മാരെ പോരെയും, നമ്മളെ നാട്ടിലല്ല അവരുടെ നാട്ടിലത്തെ എല്ലാ അച്ഛന്മാരെ പോരെയും ആ രണ്ട് അച്ഛന്മാരും ആണെങ്കിൽ നമ്മളെ ചെക്കൻ്റെയും ഈ ഒരു പെണ്ണിൻ്റെയും കല്യാണത്തിനെ കൊണ്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. അത് കേൾക്കുമ്പോൾ നമ്മുടെ ചെക്കന് ഭയങ്കര ഷോക്കായിരിക്കും. അവനാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ എബ്രോഡ് പോകാൻ നിൽക്കുന്നതാണ്, എനിക്ക് കല്യാണമൊന്നും വേണ്ടെന്ന് പറയും. പക്ഷേ അച്ഛനാണെങ്കിൽ പറയും അത് നമുക്ക് നോക്കിയിട്ടും കണ്ടിട്ടും ചെയ്യാം, എന്തായാലും നിങ്ങളിങ്ങനെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് അല്ലേ, നിങ്ങൾ തന്നെ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറയൂ. അതേ ടൈം അവനാണെങ്കിൽ ടെൻഷൻ ആകും, കാരണം കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും തകിടം മറിയുക ചെയ്യുക. പെട്ടെന്ന് ഇവനാണെങ്കിൽ നോന്ന് പറയാനും പറ്റില്ല. നോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺസും കാര്യങ്ങളും ഒക്കെ ചോദിക്കും. അതുകൊണ്ടാണെങ്കിൽ അവനൊരു കള്ളം പറയും. അവനാണെങ്കിൽ പറയും ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിനെയും കാട്ടി മുന്നേ സോങ്ങുമായിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്തിരുന്നായിരിക്കും പറയുക. ഈ ഒരു കാര്യമാണെങ്കിൽ ജിങ്കിക്കും അച്ഛനും അങ്കിളിനും ഒക്കെ ഭയങ്കര ഷോക്കായിരിക്കും. കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാക്കാൻ നമ്മൾ 100 കള്ളം പറയണം. ഇനി ഇവൻ എത്ര കള്ളം പറയേണ്ടി വരുന്നു ദൈവത്തിനറിയാം. ഇനി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ ജിയാങ് അറിഞ്ഞിട്ട് അവനാണെങ്കിൽ ഇവനെ ചീത്ത പറഞ്ഞ് ഓടി നിൽക്കുന്നുണ്ട് അവർക്ക്. കാരണം ആരുമായിട്ട് മാരേജ് കഴിക്കാന്ന് പറഞ്ഞത് നമ്മളെ സോങ്ങുമായിട്ട് ഇപ്പം അടിച്ച് പിരിഞ്ഞിട്ട് വന്നിട്ടേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും ജിയാങ് ഇങ്ങനെ ചീത്ത പറയുന്നുണ്ടാവുക. അതേ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ പറയും ജിങ്കി ആയിട്ട് ഇപ്പം ഞാൻ മാരേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ക്യാരക്ടർ അവളെ എക്സ്പോസ് ചെയ്യും, കാരണം അവൾക്കാണെങ്കിൽ ജീനെ കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. അതിനെയും കാട്ടി ബെറ്റർ ഇതുപോലത്തെ ഒരു ഷീൽഡ് മുന്നിൽ വെക്കുന്നതാണെന്ന് പറയും. അതായത് നമ്മളെ സോങ്ങിന് ഒരു ഷീൽഡായിട്ട്
ആയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെങ്കിൽ അത് മാത്രം പോരല്ലോ, മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കാട്ടി മുന്നേ നമ്മൾ സോങ് ആണെങ്കിൽ ഈ ഒരു മാരേജിനെ ആക്സെപ്റ്റ് ചെയ്യണം. അതാണ് ഏറ്റവും വലിയ കാര്യം. ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മളെ ജിയാങ് ചോദിക്കുന്നത്. ക്യുന്നാണെങ്കിൽ പറയും എൻ്റെ കയ്യിൽ എല്ലാത്തിനും വഴിയുണ്ട്, അവർക്ക് എന്നെ റിജക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ അവളെ മാറ്റും, പിന്നെ ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറയും. നമ്മൾ കാണുന്നത് പിള്ളേർ മൂന്നാളും ഇതുപോലെ ഇരിക്കുന്നതായിരിക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ എന്തോ പോലെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അത് നിങ്ങൾ ഊഹിച്ച് പൂരിപ്പിച്ചെടുത്തോളെ. പെട്ടെന്നായിരിക്കും നമ്മളെ ക്യുന്നാണെങ്കിൽ വന്നിട്ട് അവളെയും പിടിച്ച് വലിച്ചിട്ട് ഇവിടുന്ന് പോകുന്നുണ്ടാവുക. പിള്ളേരാണെങ്കിൽ ഷോക്ക് ആയിട്ട് മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. അവർക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല. കാരണം അവർക്ക് ആലോചിക്കാനുള്ള ടൈം വരെ നമ്മളെ ക്യുന്ന് കൊടുത്തിട്ടുണ്ടാവില്ല. അതിനെയും കാട്ടി മുന്നേ നമ്മളെ കൂട്ടിയിട്ട് പോകുന്നുണ്ടാവും. നമ്മളെ പിള്ളേരായ ഒരു വീടിന്റെ സൈഡ് നോക്കിയാൽ ഭയങ്കര ക്യൂട്ടല്ലേ. ഞാനെല്ലാം വീട് എടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു വീട് എടുക്കണം എന്ന് ആഗ്രഹം, പക്ഷെ നടക്കുമെന്ന് അറിയില്ല. ആണെങ്കിൽ എടാ കാറ് നിർത്തടേ, അല്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കൂന്നൊക്കെ പറഞ്ഞ് ഇവനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അവർക്ക്. ഇവനാണെങ്കിൽ പറയും നീ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കേണ്ട ഒരാവശ്യമില്ല, ഞാൻ നിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവിടാം. നീ ആണെങ്കിൽ ചെയ്ത കോൺട്രാക്റ്റും കള്ളത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ എനിക്ക് നല്ലോണം അറിയാം. ആ കാര്യങ്ങൾ ഞാൻ തന്നെ പോലീസിനോട് പറഞ്ഞിട്ട് നിന്നെ എക്സ്പോസ് ചെയ്തോളൂ എന്ന് പറയേ. ഇത് കേൾക്കുമ്പോൾ നമ്മളെ പെണ്ണിനാണെങ്കിൽ ടെൻഷൻ ആവും. അവളാണെങ്കിൽ പറയും നിനക്ക് എന്നാ വേണ്ടത്, എൻ്റെ കയ്യിലത്തെ പൈസ വേണം, എൻ്റെ അക്കൗണ്ടിലത്തെ എല്ലാ പൈസയും ഞാൻ നിനക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അഥവാ അത് നിനക്ക് മതിയായിട്ടില്ലെങ്കിൽ എൻ്റെ അസിസ്റ്റൻസിലെ അവരുടെ പൈസയും കൂടി ഞാൻ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറയേ. ഇവനാണെങ്കിൽ അതിനൊന്നും ഒരു വിലയും കൊടുക്കുന്നുണ്ടാവില്ല. അവളാണെങ്കിൽ പറയും നിനക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്യാം, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് പറഞ്ഞു എന്നൊന്നും പറയാം. അവന് അതിനും വില കൊടുക്കുന്നുണ്ടാവില്ല. എന്നിട്ട് അവനാണെങ്കിൽ ഒരു സ്ഥലത്തേക്ക് നിർത്തും. എന്നിട്ട് അവൻ പറയും കണ്ട അവിടെയാണ് പോലീസ് സ്റ്റേഷൻ, അവിടെ നിനക്ക് പോകണമെങ്കിൽ നീ പോയിക്കോ, നിന്റെ കൂടെ തന്നെ ഞാൻ വരാം. ഇപ്പുറത്തെ സൈഡ് കണ്ട ഇത് രജിസ്റ്റർ മാരേജ് ചെയ്യുന്ന സ്ഥലമാണ്, ഇവിടത്തേക്ക് നീ എൻ്റെ കൂടെ വന്നിട്ട് എന്നെ മാരേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നിനക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയും. ഈ ഒരു സംഭവം നമ്മളെ പെണ്ണ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. എന്നിട്ട് അവനാണെങ്കിൽ പറയും 20 മിനിറ്റ് ടൈം ഉണ്ട്, പോലീസ് സ്റ്റേഷൻ വേണോന്ന് രജിസ്റ്റർ ഓഫീസ് വേണോന്ന് നിനക്ക് തന്നെ തീരുമാനിക്കാമെന്ന് പറയേ. പിന്നെ നമ്മൾ കാണുന്നത് 2 കുരുപ്പുകളും രജിസ്റ്റർ ഓഫീസിൽ ഇരിക്കുന്നതായിരിക്കും. അവൾ ഉറപ്പായിട്ട് അതായിരിക്കും തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക. പോലീസിന്റെ കയ്യിൽ പോയിട്ട് പെടുന്നതിനെയും കാട്ടി ബെറ്റർ അല്ലേ ഇവന്റെ അടുത്ത് പെടുന്നത്. അവൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവില്ലേ. അവളാണെങ്കിൽ മാക്സിമം ഒച്ചപ്പാടാക്കിയിട്ട് അവന്റെ അടുത്ത് നിന്ന് പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവും. അവനാണെങ്കിൽ പറയും ഈ ഒരു കാര്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ നീ മാത്രമല്ല കുടുങ്ങും, നിന്റെ 2 ഫ്രണ്ട്സും കൂടി കുടുങ്ങും. അപ്പം നിനക്ക് എന്നെ മാരേജ് ചെയ്യണോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെന്ന് പിന്നെയും പറയേ. അവളെ ഫ്രണ്ട്സ് അല്ലേ വലുത്, അതുകൊണ്ട് അവളാണെങ്കിൽ അവനുമായിട്ട് കല്യാണം കഴിക്കാമെന്ന് സമ്മതിക്കുന്നുണ്ടാവും. അവസാനം ഇവർക്ക് രജിസ്റ്റർ കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുക്കൂലേ, ആ ഒരു ഫോട്ടോ എടുക്കാൻ പോകുന്നവരും ഇവളാണെങ്കിൽ ചിരിക്കാണ്ട് ഫോട്ടോ എടുത്തിട്ട് അവിടുന്ന് എണീച്ചിട്ട് പോകുന്നുണ്ട്. അവർക്ക് ക്യാമറമാൻ ആണെങ്കിൽ പിന്നെയും വിളിച്ചിട്ട് അവളെ കൊണ്ട് ചിരിപ്പിച്ചിട്ട് ഫോട്ടോ എടുപ്പിക്കുന്നുണ്ടാവുമായിരിക്കും. അവനാണെങ്കിൽ പറയുന്നുണ്ട് നീ ഇങ്ങനെ ചിരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറയണ്ടല്ലോ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നീ ഊഹിച്ചോന്ന് പറയേ. നമ്മളെ പെണ്ണിന്റെ ഒരു ഗതികേട് ഉണ്ടാവില്ലേ, ആ ഒരു ഗതികെട്ട അവസ്ഥയിലായിരിക്കും അവളിപ്പോൾ അവന്റെ കൂടെ നിൽക്കുന്നുണ്ടാവുക. അങ്ങനെ നമ്മളെ പെണ്ണ് വീട്ടിലെത്തുന്ന ടൈം പിള്ളേരാണെങ്കിൽ ഇവരെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് അവർക്ക്. കാരണം നമ്മളെ ക്യുന്നാണെങ്കിൽ പെണ്ണിനെ വിളിച്ച് കൊണ്ടുപോയത് തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിനായിരിക്കും ഇവരെ വിചാരം. അതുകൊണ്ട് ഈ ഒരു നാട് തന്നെ വിടിച്ച് പോകാന്നുള്ളൊരു പ്ലാനിലായിരിക്കും ഇവരിയ്ക്കുന്നുണ്ടാവുക. ആ ഒരു കാര്യം നമ്മളെ പെണ്ണ് വരുന്നേരം പറയുന്ന ടൈം അവളാണെങ്കിൽ പറയും നമ്മൾ എവിടെയും പോകാൻ പോകുന്നില്ല, നമുക്ക് ഇനി ഇവിടെ തന്നെ നിന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മാരേജിന്റെ ആ ഒരു സർട്ടിഫിക്കറ്റിലെ ആ ഒരു ബുക്ക് ആണെങ്കിൽ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവർക്ക് കണ്ണടയാണെങ്കിൽ ഷോക്കാവും, കണ്ണടേനെയും കാട്ടി കൂടുതൽ ഷെന്നായിരിക്കും ഷോക്ക് ആവുന്നുണ്ടാവും. അവളാണെങ്കിൽ പറയും കണ്ണടേ നീ മിണ്ടാടി നിൽക്കെന്ന് പറഞ്ഞിട്ട് നമ്മൾ സോങ്ങിന്റെ വയറ്റിൽ കാത് വെച്ച് നോക്കുക. സോങ് ആണെങ്കിൽ നീ എന്നാടി ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും കരച്ചിലെന്നാ കേൾക്കാത്തത്, നീ ഇങ്ങനെ പ്രഗ്നന്റ് അല്ലേ എന്ന് ചോദിക്കുക. അതേ ടൈം നമ്മളെ സോങ് ആണെങ്കിൽ പറയും നീ ഇതെന്നാ പറയുന്നത്, പ്രഗ്നന്റ്, അവന് ഭ്രാന്തായിട്ടാ തോന്നുന്നു എന്റെ കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞിട്ട് സോങ് സങ്കടപ്പെട്ടിട്ട് ഇരിക്കുന്നുണ്ടാവും. ഇവർക്കാണെങ്കിൽ ഇവിടെ എന്നാ നടക്കുന്നത് തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല. പാവം നമ്മളെ സോങ് അടക്കം കല്യാണം കഴിച്ച, അവൻ എന്തിനാ ഇവിടെ കല്യാണം കഴിച്ചെന്ന് വരെ അവർക്ക് അറിയില്ല. നമ്മൾ കാണുന്നത് നമ്മളെ പെണ്ണാണെങ്കിൽ എല്ലാരെയും ഇതുപോലെ ഒച്ചപ്പാടാക്കിയിട്ട് വിളിക്കുന്നതായിരിക്കും. പിള്ളേർക്കാണെങ്കിൽ എന്നാ സംഭവം എന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല. അതേ ടൈമായിരിക്കും അവൾ പറയുന്നുണ്ടാവുക രണ്ടാക്കും ഒരു കാര്യം അറിയാം, നമ്മളാണെങ്കിൽ ആ ഒരു കുഞ്ഞിന്റെ ട്രാപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു ട്രാപ്പിൽ നിന്ന് നമ്മൾ പുറത്ത് വന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് അവിടെ തന്നെ നമ്മൾ കുടുങ്ങിയിട്ട് ചാകേണ്ടി വരും. അതുകൊണ്ട് ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, അവനോട് സ്നേഹത്തോടെ മെസ്സേജ് അയച്ചിട്ട് അവനെയാണെങ്കിൽ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരിക. ബാക്കി അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവനെ പാഠം പഠിപ്പിച്ചോളൂ എന്ന് പറയേ. ഇതൊക്കെ കേൾക്കുന്നേരം കണ്ണടക്ക് ഒരു കുന്തോ മനസ്സിലാവുന്നുണ്ടാവില്ല. അവൻ ആ ഒരു കാര്യം ചോദിക്കുന്നേരം പെണ്ണാണെങ്കിൽ പറയും നിങ്ങൾ എന്നെ കുറിച്ച് ആലോചിച്ചിട്ട് വറി ചെയ്യേ വേണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനാണെങ്കിൽ ഒരു മെസ്സേജ് അയക്കും. അവളാണെങ്കിൽ പറയും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നമ്മളെ മാരേജ് ആണെങ്കിൽ ഇപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ, നമ്മൾ 2 വീട്ടിലിങ്ങനെ നിന്നാൽ ശരിയാവില്ലല്ലോ, നമുക്ക് 2ക്കും ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ആയിരിക്കും. ഈ ഒരു മെസ്സേജ് നമ്മളെ കുഞ്ഞിന് കിട്ടുന്ന ടൈം അവൻ ആ ഒരു മെസ്സേജിനെ ഇഗ്നോർ ചെയ്യും. പക്ഷേ
പക്ഷേങ്കിൽ നമ്മുടെ ജിയാങ് അടുത്തുണ്ട്. അവനത് കാണുന്ന ടൈം അവനാണെങ്കിൽ പറയൂ, നോക്ക് അവൾ എന്ത് മെസ്സേജാണ് നിനക്ക് അയച്ചിട്ടുള്ളതെന്ന്. ഇതിന്റെ അർത്ഥം അവൾക്ക് നിന്നോട് എന്തോ ഒരു ഇഷ്ടമുണ്ട്. ഇപ്പൊ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നില്ലേ, ആ ഒരു കാര്യം നീ വിട്, നീ അവളെ കാര്യത്തിലേക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുമെന്ന് പറയാം. പക്ഷേ നമ്മളെ കുഞ്ഞ് വലിയ മൈൻഡൊന്നും ആക്കുന്നുണ്ടാവില്ല. അറിയാം ഇവളിങ്ങനെ പറയണമെങ്കിൽ അവസാനം എന്തെങ്കിലും ഒരു പണി വരണ്ടിയിട്ടാണെന്ന് ആ ഒരു കാര്യം ജിയാങ്ങിനോട് പറയുന്നത്. ജിയാങ് ആണെങ്കിൽ പറയും, നീ അങ്ങനെയൊന്നും തിങ്ക് ആക്കണ്ട, സംടൈംസ് നിനക്ക് എന്തെങ്കിലും കോൾ അടിച്ചാലോ എന്നുള്ള രീതിയിൽ നമ്മളെ ക്യുന്നിനോട് ജിയാങ് പറയൂ. മാത്രമല്ല നമ്മളെ ക്യുന്നാണെങ്കിൽ നല്ലൊരു കാര്യത്തിന് പോകുന്നല്ലേ, അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ നല്ല കുപ്പായം വേണമെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ കുറേ കോട്ടെല്ലാം എടുത്തിട്ട് വരുന്നുണ്ട് അവർക്ക്. എന്നിട്ട് ഓരോ കോട്ടിനെ കൊണ്ട് ഓരോ കാര്യം പുകഴ്ത്തി പറയുന്നുണ്ടാവും. നമ്മളെ ക്യുന്നാണെങ്കിൽ സഹിക്കാൻ കഴിയാണ്ടായിരിക്കും അവിടെ ഇരിക്കുന്നുണ്ടാവുക. ഈ ടൈം ആയിരിക്കും നമ്മളെ പിള്ളേരെ മൂന്നാളെയും നമ്മൾ കാണുന്നുണ്ടാവുക. സംഭവം എന്നായിരിക്കും, ചെക്കനെ വിളിച്ചിട്ട് സ്നേഹിക്കേണ്ടിയിട്ടായിരിക്കുമല്ലോ. ഇവളാണെങ്കിൽ അവനോട് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ഇവരെ ഒരു കോൺട്രാക്ട് അവൻ്റെ കൈമിലുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ, അതായത് ഇവളെ പേരിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ ഒരു കോൺട്രാക്ട് അതും എടുത്തിട്ട് വരാൻ പറയുന്നുണ്ടാവും. ഇവർക്ക് സ്നേഹത്തിൽ സംസാരിക്കാന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവുക. പക്ഷെങ്കിൽ ഇവരെ ഉദ്ദേശം സ്നേഹമായിരിക്കൂല. നമ്മളെ പിള്ളേർ മൂന്നാളും കൂടിയിട്ട് ക്യുന്നിനെ അടിച്ചിട്ടിട്ട് ആ ഒരു കോൺട്രാക്ട് എടുക്കുക എന്നുള്ള രീതിയിലായിരിക്കും ഇവരെ തീരുമാനം. അത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്യുന്നിനെ ഇവരെ ഭീഷണിപ്പെടുത്താൻ പറ്റൂലല്ലോ. അതായിരിക്കും നമ്മളെ സോങ്ങിന്റെ ഐഡിയ. ഈ ഒരു ഐഡിയ കുരുട്ടാകുമോ നല്ലതാകുമോ എന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അതേ ടൈം ടീം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും. ഇരിക്കും നമ്മളെ ക്യുന്നായിരിക്കുമല്ലോ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ ജിയാങ് ആയിരിക്കും. കാരണം ക്യുന്നിന് പകരമായിട്ട് ആ ഒരു സ്ഥലത്തേക്ക് അവ ഫസ്റ്റ് കയറാന്നുള്ള രീതിയിലായിരിക്കും നമ്മളെ ജിയാങ് പറയുന്നുണ്ടാവുക. ജിയാങ് ഭയങ്കര കോൺഫിഡൻസിലായിരിക്കും. ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ ഇതുപോലത്തെ കാറും എടുത്തിട്ട് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇവരാണെങ്കിൽ ആ ഒരു ഗോഡൗണിൽ എത്തുന്നുണ്ടാവുക. നമ്മളെ ജിയാങ് ആണെങ്കിൽ ക്യുന്നിനോട് പറയും, നീ ഇവിടെ പുറത്ത് തന്നെ ഇരുന്നോ, ഞാൻ അകത്ത് പോകാമെന്ന് പറഞ്ഞിട്ടേ ഉണ്ടാവുള്ളേ. പക്ഷെങ്കിൽ ആരോ ഒരാൾ അവനെ അകത്തേക്ക് വലിക്കുന്നുണ്ടാവും. ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ, നമ്മളെ പിള്ളേർ തന്നെ. സംഭവം നമ്മളെ ക്യുന്നും നമ്മളെ പെണ്ണും പുറത്തുനിന്ന് കാണുന്നുണ്ടാവും. അവർക്ക് എന്നാ ചെയ്യേണ്ടത് തിരിയുന്നുണ്ടാവല്ലോ. സോങ് ആണെങ്കിൽ നമ്മളെ കണ്ണടനെ അകത്ത് കയറ്റ പാട് തന്നെ ഇതുപോലത്തെ കയ്യിലത്തെ ലോക്കും കാലത്തെ ലോക്കൊക്കെ ഇടുന്നുണ്ടാവും. എന്നിട്ട് അവനാണെങ്കിൽ ഓരോന്ന് കാണിച്ചിട്ട് പേടിപ്പിക്കും. എന്നിട്ട് ആ ഒരു കോൺട്രാക്ട് എടുക്കാൻ പറയേ. ശരിക്കുള്ള രീതിയിൽ കോൺട്രാക്ട് ചോദിച്ചാൽ തരൂലെന്ന് വിചാരിച്ചായിരിക്കും ഇവരിങ്ങനെ ചെയ്യുന്നുണ്ടാവുക. ഇവർക്ക് ഇതിന്റെ അകത്ത് ഇരിക്കുന്നത് ജിയാങ് എന്നുള്ള കാര്യം അറിയില്ല. കാരണം ഇതുപോലെയാണല്ലോ പിടിച്ചു വലിച്ചത്, അതുകൊണ്ട് തന്നെ. എന്നിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ എന്തല്ലോ പറയുന്നുണ്ടാവും. അവസാനം ഒരു രക്ഷയില്ല എന്നുള്ള രീതിയിൽ അവനാണെങ്കിൽ ആ ഒരു കോൺട്രാക്ട് എവിടെയുള്ളതെന്ന് കാണിച്ചു കൊടുക്കും. നമ്മളെ ഷെന്നായിരിക്കും അത് എടുക്കുന്നുണ്ടാവുക. ഷെൻ അത് എടുത്തിട്ട് എന്തോ ഒരു കാര്യം പറയാൻ നിൽക്കുന്നതായിരിക്കും. മേലിലൂട്ട നമ്മളെ ക്യുന്നും ആ ഒരു പെണ്ണും ഇല്ലേ, അതായത് ലിങ്ങും വരുന്നുണ്ടാവുക. അവരെ കണ്ടപാട് സോങ്ങിന്റെ കയ്യിലത്തെ കോൺട്രാക്ട് ആണെങ്കിൽ അവള് നേരെ നമ്മളെ കണ്ണടക്ക് എറിഞ്ഞു കൊടുക്കാൻ നോക്കുക. കണ്ണടയാണെങ്കിൽ പറയും, എടി എന്റെ രണ്ട് കൈയും ഫ്രീ അല്ല, എനിക്ക് പിടിക്കാൻ പറ്റൂല എന്ന് പറയും. അതേ ടൈം ഷെന്നാണെങ്കിൽ പറയും, ഞാൻ പിടിക്കാന്ന് പറഞ്ഞിട്ട് അവളിതാ പറന്നിട്ടൊക്കെ ആയിരിക്കും ആ ഒരു കോൺട്രാക്ട് പിടിക്കുന്നുണ്ടാവുക. പിടിച്ച പാട് അവളാണെങ്കിൽ കീറാൻ തുടങ്ങും. ഇത് കാണുമ്പോൾ നമ്മളെ ജിയാങ്ങിന്റെ ഹാർട്ട് ആണെങ്കിൽ അടിക്കുന്നുണ്ടാവും. അവനാണെങ്കിൽ ലിങ്ങിനോട് എടി എന്നെ കഴിച്ചു വിടുന്ന ആക്ഷനിൽ കാണിക്കുന്നവരെ ലിങ് ആണെങ്കിൽ വന്നിട്ട് അവനെ കഴിച്ചു വിടുന്നുണ്ടാവുമായിരിക്കും. അവസാനം നമ്മളെ ലിങ്ങും ഷെന്നും തമ്മിൽ നമ്മളെ ജിയാങ്ങും ഷെന്നും തമ്മിൽ പൂരടി നടക്കുന്നുണ്ടാവുമായിരിക്കും. അടീന്റെ അവസാനം നമ്മളെ ജിയാങ് ആണെങ്കിൽ പോയിട്ട് ഇതുപോലെ വീകുന്നവരെ അപ്പുറത്തുള്ള ടിന്നാണെങ്കിൽ മേലോട്ടേക്ക് പോയിട്ട് അവന്റെ മേത്തേക്ക് വീഴുകയും. ഇത് കാണുമ്പോൾ നമ്മളെ ഷെന്ന് ശരിക്കും പേടിക്കുന്നുണ്ടാവും. അവളാണെങ്കിൽ ഇപ്പം ആംബുലൻസിനെ വിളിക്കുന്ന പറയുന്നുണ്ടാവും. അതേ ടൈമിൽ ലിങ് ആണെങ്കിൽ വന്നിട്ട് അവളെ എടുക്കാൻ സഹായിക്കുക. ലിങ് മാത്രമല്ല നമ്മളെ കണ്ണടയെ സഹായിക്കുക. അങ്ങനെ ഇവര് നാലാളും കൂടിയിട്ട് നമ്മളെ ജിയാങ്ങിനെ കൂട്ടിയിട്ട് പുറത്തു പോകുക. സോങ്ങും ക്യുന്നും മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. സോങ് ആണെങ്കിൽ പേടിച്ചിട്ട് പുറത്ത് പോകാൻ നിൽക്കുന്ന ടൈം നമ്മളെ ക്യുന്നാണെങ്കിൽ അവളെ പിടിച്ചു വലിക്കോ. ഇവിടുന്ന് പിടിച്ചു വെക്കുന്ന ടൈം പുറത്ത് ഭയങ്കര കോമഡി ആയിരിക്കും നടക്കുന്നുണ്ടാവും. ജിയാങ്ങിനെ എങ്ങനെയല്ലോ കാറിൽ ഇരിപ്പിക്കും. അതേ ടൈം ആയിരിക്കും കണ്ണടക്ക് അവന്റെ റൊമാൻസ് കാണിക്കാനുള്ള ടൈം ആയിട്ടുണ്ടാവും. അവനാണെങ്കിൽ ലിങ്ങിനോട് ചോദിക്കും, നിനക്ക് എന്നെ ഓർമ്മയില്ലേ, അന്നത്തെ ദിവസം നീ എന്നെ പിടിച്ചു വെച്ചതൊക്കെ നിനക്ക് ഓർമ്മയില്ലെന്നൊക്കെ ചോദിക്കുന്നവരോ. അവളാണെങ്കിൽ ചോദിക്കും, നീ ഏതാ, നിന്റെ പേരെന്താ, നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊന്ന് പറയേ. അതേ ടൈം കണ്ണടയാണെങ്കിൽ നിനക്ക് എന്നെ ഓർമ്മയില്ല, വാ ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്നൊന്ന് പറഞ്ഞിട്ട് അവളെയും കൈ പിടിച്ചിട്ട് എവിടത്തേക്കോ പോകുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ ഷെന്നാണെങ്കിൽ പാവം അവക്ക് എന്താ ചെയ്യേണ്ടത് തിരിയുന്നുണ്ടാവില്ലേ. അവളാണെങ്കിൽ എടാ ഞാൻ എന്നാ ചെയ്യേ, എനിക്ക് ഈ കാറൊന്നും ഓടിക്കാൻ അറിയില്ല എന്നുള്ളൊരു ഭാവത്തിൽ അവിടെ നിൽക്കും. പിന്നെ വേറെ ഒരു വഴിയില്ല. ജിയാങ്ങിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് അവൻ മരിച്ചു പോകും. അതുകൊണ്ട് അവളാണെങ്കിൽ ആ ഒരു കാർ ഓടിക്കുന്നുണ്ടാവും. ഒരിക്കൽ ഇതിന് ഹോസ്പിറ്റലിൽ എത്തോ നേരെ നരകത്തിലോ സ്വർഗത്തിലോ എത്തോ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അതിന്റെ രീതിയിലായിരിക്കും കാറും എടുത്തിട്ട് പോകുന്നുണ്ടാവുക. ഇതേ ടൈം അകത്ത് നോക്കുന്നാണെങ്കിൽ നമ്മളെ ചെക്കിനും പെണ്ണും ഒറ്റയ്ക്കല്ലേ ഉള്ളത്. അവക്കാണെങ്കിൽ ഫസ്റ്റ് ഒരു പേടി വരുമെങ്കിലും അവൾ മനസ്സിൽ വിചാരിക്കും, ഞാൻ എന്തിനാ പേടിക്കുന്നത്, ഇവനെന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു കോൺട്രാക്ട് ആണെങ്കിൽ
നമ്മൾ നശിപ്പിച്ച്. ഇനി ഇവനിവിടെ ഒറ്റയ്ക്കല്ലേടും, പേടിക്കേണ്ട ഒരാവശ്യമില്ലാന്ന് വിചാരിച്ചിട്ട് അവളാണെങ്കിൽ ഇതുപോലെ ആ ഒരു എന്താ പറയുക കെട്ട് വീഴുന്ന ഒരു ചെയർ ഉണ്ട് അവർക്ക്, ആ ഒരു ചെയറിൽ ഇരിപ്പിക്കുന്നുണ്ടാവും. ഇത് കണ്ടിട്ടൊന്നും നമ്മളെ ചെക്കൻ പേടിക്കുന്നുണ്ടാവില്ലേ. അവനാണെങ്കിൽ ആ ഒരു കെട്ട് പൊട്ടിച്ചിട്ടാണെങ്കിൽ പറയൂ, നിനക്ക് ഇത്ര അഹങ്കാരാണോ? നീ ഇപ്പം നശിപ്പിച്ച ആ ഒരു കോൺട്രാക്റ്റ് ഇല്ലേ, അത് ശരിക്കും കോൺട്രാക്റ്റ് ആണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും അല്ല, ശരിക്കുള്ള കോൺട്രാക്റ്റ് എന്റെ കൈമിലാ ഉള്ളതെന്ന് പറയേ. ഇത് കേൾക്കുമ്പോൾ നമ്മളെ പെണ്ണിന്റെ അവസ്ഥ നിങ്ങൾ ഒരിക്കൽ ആലോചിച്ച് നോക്കിയാൽ, കോൺട്രാക്ട് നശിപ്പിച്ചെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇത്ര അഹങ്കാരം കാണിച്ചിട്ടുണ്ടാവും. പക്ഷെങ്കിൽ ഇനി ഒരു വഴിയും ഉണ്ടാവില്ലേ, അവള് മാക്സിമം അവന്റെ കയ്യിലത്തെ കോൺട്രാക്ട് എടുക്കാൻ നോക്കുന്നുണ്ടാവും. പക്ഷെങ്കിൽ അവനാണെങ്കിൽ വിടുന്നേ ഉണ്ടാവില്ല. അവനാണെങ്കിൽ പറയും, നിനക്കിനി ആകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ, എന്റെ കൂടെ അഭിനയിക്കുക, അല്ലാണ്ട് വേറെ ഒരു വഴി നീ തിങ്ക് ആക്കുകയോ വേണ്ടാന്ന് പറയൂ. ഇത് ഇവിടെ നടക്കുന്ന ടൈം നമ്മളെ ഷെന്നാണെങ്കിൽ ചെക്കനെയും കൊണ്ട് കാറിൽ പോകുന്നുണ്ടല്ലോ. വന്ന വഴി തന്നെ പൊട്ടിപ്പൊളിഞ്ഞ വഴിയാണ്. ആ ഒരു വഴിയിലൂടെ ഇവർക്കാണെങ്കിൽ മര്യാദക്ക് കാർ എടുത്തിട്ട് പോകാൻ പറ്റൂല. ഇവളാണെങ്കിൽ ഓവർ സ്പീഡിൽ പോകുന്നത് കൊണ്ട് തന്നെ ഇവരിങ്ങനെ കുലുങ്ങിക്കോട് നിൽക്കുന്നുണ്ട്. അവർക്ക് എണീക്കുന്ന ടൈം വരെയും അവര് തന്നെ മനസ്സിലാവുന്നുണ്ട് അവർ ഷെന്ന കാർ ഓടിക്കുന്നുള്ള കാര്യം. അവൻ മാക്സിമം അവളോട് ഈ സ്ലോ ആയിട്ട് പോയി ഈ കാർ ഇങ്ങനെ ഓടിക്കാൻ പാടില്ല എന്നൊന്ന് പറയുന്നുണ്ടാവും. പക്ഷേ ഇവളാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെ ഓടിക്കുന്നതിന്റെ ഇടയ്ക്ക് രണ്ടും കൂടിയിട്ട് തച്ച് മരിക്കലേ. അവനാണെങ്കിൽ ഇവള് ഡ്രൈവ് ചെയ്യുന്ന കൺട്രോൾ ചെയ്യാൻ നോക്കിയ അവസാനം ഞാൻ എന്നാ സംഭവിച്ചതെന്ന് പറയണ്ടല്ലോ, കാറാണെങ്കിൽ എവിടെയോ കൊണ്ടുപോയിട്ട് അടിക്കുന്നുണ്ട്. ഇനി പുകയും മണ്ണും ഒക്കെ കാണുന്നുണ്ട്. രണ്ടും കൂടി പോയിട്ട് ചത്തോന്നത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ജീവനോടെ വന്നിട്ടുണ്ടെങ്കിൽ കാണാം. ടൈം കണ്ണടയാണെങ്കിൽ ലിങ്ങിനെയും കൂട്ടിയിട്ട് ആ ഒരു സ്ഥലമില്ല, അതായത് ഇവരെ വീടിന്റെ സ്ഥലത്തേക്ക് പോകുന്നുണ്ടാവും. എന്തിനായിരിക്കും? അന്നത്തെ ആ ഒരു ദിവസം നടന്ന കാര്യമല്ലേ, അതിന് ഡെമോ കാണിച്ചു കൊടുക്കേണ്ടിയിട്ട്. ലിങ്ങിനാണെങ്കിൽ ആദ്യം ഇവനെ അറിയാം, പിന്നെ ഇവനോട് ആ ഒരു കാര്യം പറയേണ്ടെന്നുള്ള രീതിയിലായിരിക്കും ഇവള് പറയേണ്ടി വന്നിട്ടുണ്ടാവുക. ഇവനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഇവളെ ട്യൂണ് ചെയ്യുന്ന കാണുന്ന ടൈം അവളാണെങ്കിൽ പറയും, അന്നത്തെ ദിവസം നടന്നതില്ലേ അതൊരു എമർജൻസി കേസ് ആയിരുന്നു, അല്ലാണ്ട് എനിക്ക് നിന്നോട് ഒരു ഫീലിങ്സും ഇല്ലേന്നൊന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകുന്നുണ്ടാവും. ഒരിക്കൽ നമ്മളെ കണ്ണടക്കും അത് ഭയങ്കര സങ്കടമായിട്ടുണ്ടാവും. ഒരു ദിവസം ആണെങ്കിൽ കൂടി അവൻ ഭയങ്കര സന്തോഷത്തിലേനുവേ. പക്ഷെ എന്ത് ചെയ്യാനാ, അവക്ക് ഇഷ്ടമല്ലെങ്കിൽ അവന് വേറൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ഇതേ ടൈം നമ്മളെ ചെക്കനെയും പെണ്ണിനെയും നോക്കുന്നതാണെങ്കിൽ അവക്ക് ഇടുന്ന ഒരു സൈക്കിൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. ആ ഒരു സൈക്കിൾ എടുത്തിട്ട് നമ്മളെ ക്യുന്നിനെ വന്നിട്ട് എന്തല്ലോ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ടായിരിക്കും. നമ്മളെ ക്യുന്നാണെങ്കിൽ വലിയ രീതിയിൽ മൈൻഡ് ആക്കുന്നുണ്ടാവില്ല. കുറച്ച് അഹങ്കാരം കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പണി കിട്ടുമല്ലോ. അതുകൊണ്ട് തന്നെ സൈക്കിൾ ഓടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവളാണെങ്കിൽ ഉരുണ്ട് കെട്ടിയിട്ട് വീകും. ഇവനും ആണെങ്കിൽ അവളെ വലിയ മൈൻഡ് ആക്കാണ്ട് പോകാൻ നിൽക്കുന്ന ടൈമായിരിക്കും. പെട്ടെന്ന് അവർ തമ്മിലത്തെ കണ്ണില്ലേ അത് പിന്നെ ഉടക്കുന്നുണ്ടാവുക. ആണെങ്കിൽ ഇവളെ കണ്ണ് കണ്ടപാട് പണ്ടത്തെ പോലെ തന്നെ എന്തോ ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ടാവും. മാക്സിമം അവനാണെങ്കിൽ അവളടുത്തേക്ക് പോകാണ്ട് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടോ. പക്ഷെങ്കിൽ ആരല്ലോ അവളടുത്തേക്ക് വലിക്കുന്നത് പോലെ അവനാണെങ്കിൽ പിന്നെയും അവളടുത്തേക്ക് പോയിട്ട് അവളെ ആണെങ്കിൽ ഇതുപോലെ എടുത്തിട്ട് ആ ഒരു സൈക്കിളിൽ ഇരിപ്പിക്കുന്നുണ്ട്. ഇരിപ്പിക്കുന്നത് പോരായിട്ട് അവനാണെങ്കിൽ അവളെയും കൂട്ടിയിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും. അവക്കും ഇവൻ എന്നാ പെട്ടെന്ന് പറ്റിയെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല. ഈ ഒരു സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക. ബാക്കി ഒക്കെ കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പം എല്ലാവർക്കും ബൈ.